കബഡിപ്പടമാണ് പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ സാധാരണ നമ്മൾ കബഡിപ്പടം കണ്ടില്ല, ലാസ്റ്റ് കബഡിപ്പടി എന്നൊക്കെ പറഞ്ഞ് അടിച്ച് ജയിക്കുന്ന ആ പരിപാടി ആയിരിക്കും വിചാരിച്ചു. പക്ഷെ എല്ലാരും പെട്ടെന്ന് കളി പഠിക്കുകയും ചെയ്ത് ശാന്തനോടൊക്കെ സൂപ്പറായിട്ട് കളിക്കും. അത്യാവശ്യം എന്നാൽ ഒരു കളിക്കാരെ പോലെ തന്നെ ആവാനുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കളി ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് തമിഴ് തലൈവാസിന്റെ ഇത്രയും കാലം ഇത് ടിവിയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോസിലാണ് ഞങ്ങൾ കബഡി കാണിച്ചു പ്രാക്ടീസിന്റെ സമയത്ത് വീഡിയോസ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ പോലെയൊക്കെ ഏകദേശം ചെയ്യാനൊക്കെ നോക്കി. അത് കഴിഞ്ഞ് റിയൽ മാച്ച് കാണാൻ പോയി. പ്രോ കബഡിയിൽ തമിഴ് തലവേസത്തിന് നമുക്ക് ഇതുണ്ടായിരുന്നു, കൊളാബ് ഉണ്ടായിരുന്നു. ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോഴാണ് റിയൽ ആയിട്ടുള്ള മാച്ച് കാണുന്നത്. അന്ന് മനസ്സിലായി നമ്മൾ ചെയ്തത് ഒന്നും ഇതാണ് എന്തൊരു റെസ്ലിംഗ് പോലെയാണ് തോന്നിയത് എനിക്ക് അത് കണ്ടിട്ട്. നമ്മൾ ഇവരുമായിട്ടൊരു ഫ്രണ്ട്ലി മാച്ച് പോലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പവൻ ഷെറാവത്ത് ഈ പവൻ ഷെറാവത്തിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെയാണ് നോക്കണേ, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അപ്പൊ ഇവരെ നേരിട്ട് കാണാനുള്ള മൂഡ് പോയി. അവിടെ പോയി ഒരു ചെറിയ ഫ്രണ്ട്ലി മാച്ച്. അവരൊരു പിടുത്തം പിടിക്കുമ്പോ തന്നെ കാലൊക്കെ തിരിച്ച് ആംഗിൾ ഹോൾഡ് ആണ് എന്റെ മെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതാണ് ഒരു മച്ചാന പേരും ഓർക്കണല്ല, ഇയാള് വന്നിട്ട് ബൾക്ക് ലൈൻ തൊട്ട് അത് കഴിഞ്ഞിട്ട് ബോണസ് തൊടാൻ വേണ്ടി വരും. അപ്പൊ ബോണസ് തൊട്ടത് ഞാൻ പിടിച്ചിട്ട, ഞാൻ അയാളുടെ കൂടെ പോയി. പുള്ളി നടന്നാ പോകുന്നത്, ഞാൻ മറ്റേ അയാളോട് അന്ന് മനസ്സിലായി ഇത് അഭിനയിക്കാൻ റിയൽ ആയിട്ട് നടപടിയാവില്ല. നമ്മളവരെ തൂക്കിയടിച്ചു. അത് കഴിഞ്ഞിട്ട് ഷെയ്ൻ ജാലക്കാരി കളിച്ചു, അവർക്ക് കളിക്കാൻ നമുക്ക് പറഞ്ഞൂടാ. പക്ഷെ അതിനെ പറ്റി ഒന്നും പറയല്ല. വേണ്ട, ഈ ജാലക്കാരി എവിടെയും കളിച്ച് ഞാൻ കണ്ടില്ലല്ലോ, അത് പഠിച്ചില്ല. അത് ഞങ്ങളുടെ അല്ല, സന്തോഷ് സാർ ഞങ്ങളോട് പ്രത്യേകം അഭിനന്ദിച്ചു. എന്നിട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് സാർ പറഞ്ഞു ഇതിനകത്ത് നായക ചേഞ്ച് ചെയ്യണം, അപ്പൊ നിങ്ങൾ കളിച്ചു കഴിഞ്ഞ് കേറിപ്പോ അതിന് മുകളിൽ, അപ്പൊ നിങ്ങൾ കളിക്കണ്ട. ഞങ്ങളൊരു കോളേജ് പരിപാടിക്ക് കയറി ഡാൻസ് കളിച്ചു. സന്തോഷ് സാർ പറഞ്ഞു പരിപാടിയെ കൊള്ളാം, പക്ഷെ ഇനി മേലെ ഇനി മേല എന്റെ ജാലക്കാരി നശിപ്പിക്കരുത്. അല്ല, ഇതിന് കാരണം സന്തോഷ് സാർ ഇപ്പൊ സാധാരണ നമ്മൾ പടത്തിന്റെ പ്രൊമോഷൻ പോകുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഒന്നും അങ്ങനെ കൂടെ വരാറില്ല. അപ്പൊ ഇതില് അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാം സന്തോഷ് സാർ. എല്ലാ പരിപാടിക്കും സാർ കൂടെ മണ്ടത്തരം കാണിക്കും, അതുകൊണ്ട് വരുന്ന സന്തോഷ് സാറും ദിൻചേട്ടനും രണ്ടുപേരും നമ്മുടെ കൂടെ ഫുൾ ടൈം പ്രൊമോഷനും എല്ലാ പരിപാടിക്കും. അപ്പോ ഷൂട്ടിന്റെ സമയത്ത് എല്ലാവരും കുറച്ച് ടെൻഷൻ ഇത് തീരണ്ടേ അങ്ങനെ, പക്ഷെ പ്രൊമോഷൻ ടൈം ആയപ്പോ കുറച്ചുകൂടെ എല്ലാവരും ഭയങ്കര ഷൂട്ടിന്റെ സമയത്തേ ഭയങ്കര മഴ പെയ്തേ. അപ്പൊ ഒന്നാമത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ ടൈമിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നടന്നോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ ഷൂട്ട് നടക്കുന്നില്ല, മഴ വരുന്നുണ്ട്. ഞങ്ങള് ടെൻഷൻ അടിച്ചിട്ടേ, കാരണം സന്തോഷേട്ടൻ വരുന്നുണ്ട്, സന്തോഷ് സാർ വരുന്നുണ്ട്. അപ്പൊ എന്ത് പറയുന്ന അറിയത്തില്ല, കാരണം കുറച്ച് ടൈമൊക്കെ ആയിട്ടിരിക്കുക. അപ്പൊ മഴയായിട്ട് ഞങ്ങളിങ്ങനെ പേടിച്ചിരിക്കുക. ഉണ്ണിച്ചേട്ടൻ ചെന്നിട്ട് സന്തോഷ് സാറിനോട് പറയാം, മഴയാണ് പരിപാടി, എന്തോ ചെയ്യുന്ന, മഴയാണ് നാളെടുക്കും. നാളെടുക്കും, ശരി വണ്ടി കറിയോ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്കധികം ടെൻഷൻ എടുക്കണ്ട അല്ലേ കാര്യത്തില്, വെറുതെ. ഇപ്പം ഈ ഇത്രയും ഒരുപാട് ഫൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് നമ്മള് ഒരു സ്പോർട്സിന്റെ സിനിമ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ അതിനെ കുറച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ ക്ലൈമാക്സ് ആണെങ്കിൽ പോലും ചില ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് അപ്പൊ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സെക്കൻഡ് ഹാഫ് ആണ് നമ്മൾ കണ്ടത്. ഇത് ശരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് വായിക്കുമ്പോൾ ഇതിന് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഇതിന് സെക്കൻഡ് അതിന്റെ ഒരു തുടർച്ച പോലെ പോകാറുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത അങ്ങനെ തോന്നിയില്ല? കാരണം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനൊരു പുതുമയുള്ളത്. നമുക്കിപ്പോ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും അതിന് പറയാൻ രണ്ടുപേര് അതുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് അതേപോലെ നമ്മളൊരു ഇത് ചെയ്തെന്ന് ഓർത്തു, അപ്പൊ പറയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ല എന്ന് പറയും. അപ്പൊ പറയേണ്ടവർ അത് എല്ലാ കാലം പറയും. നെഗറ്റീവ് പറയേണ്ട അവർക്കൊരു സുഖമാണ് അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനത് ചെയ്യൂല. എനിക്ക് തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിന് ദൈവസഹായം കൊണ്ട് നല്ല പ്രൊഡ്യൂസേഴ്സ് വന്നു, അതിന് ഇത്രയും വലിയൊരു ടീം വന്നു. ഇന്ന് ഈ പടത്തിന് ജെന്യൂനായ ഒരുപാട് നല്ല റിവ്യൂസ് വരും. ഇതൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ നടക്കുന്ന പരിപാടിയല്ലല്ലോ, അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാ. അപ്പൊ ഞാൻ അതിന് മാത്രമേ വിശ്വസിക്കുന്നു. ചേട്ടാ ശരിക്കും ഇപ്പൊ ഓടി നടക്കുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് ഹൈദരാബാദ് നാളെ ദുബായ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോരുമ്പോ ക്ഷീണം ഉണ്ടെങ്കിലും ഭയങ്കര ഒരു സന്തോഷമില്ലേ ഉള്ളില്? ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പൊ ഏതൊരു സിനിമ, ഇപ്പൊ ഈ ജോണറിന് ഒരു പ്രത്യേകത ഉണ്ട്. ആക്ഷൻ ഫിലിം അത് തിയേറ്ററിൽ വർക്കാകാന്ന് പറയുന്ന, അതിൽ വർക്കാക്കി എടുക്കാന്ന് പറയുന്ന ചില്ലറ പരിപാടിയല്ല.
അതിലെല്ലാവരും ഇറങ്ങുന്നവർ നിസ്സംശയം പറയുന്നത് പെർഫോമൻസുകളെ കുറിച്ചും ആക്ഷനെ കുറിച്ചും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എന്തോരം റിവ്യൂസും കാര്യങ്ങളും ഓരോരുത്തർ പേഴ്സണലായിട്ട് പല ഇൻഫ്ലുവൻസേഴ്സ് ഇവരൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ഇവരും ഞാൻ അങ്ങനെ നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ അവരെല്ലാം നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും അതാ ഞാൻ പറയണേ, അത് വലിയൊരു കാര്യമാണ്. ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനൊരു സിനിമ സംഭവിച്ചതിലും ഇങ്ങനൊരു കഥ ഉണ്ണി വന്ന് പറഞ്ഞതിലും ഇങ്ങനൊരു പ്രൊഡക്ഷൻ ഏറ്റെടുത്തതിലും. നമുക്ക് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പൊ ഷൈൻ ചേട്ടന്റെ 25ാമത്തെ സിനിമയാണ്, ഇദ്ദേഹത്തിന്റെ 1ാമത്തെ സിനിമയാണ്. ശിവയുടെ എത്രാമത്തെ സിനിമയായിട്ട് വരും ഇത്? എന്റെ കുറച്ചായി എന്താ വെച്ചാ, അല്ല ചെറിയ റോൾ എണ്ണീട്ടില്ല, പക്ഷെ ചെറിയ റോളൊക്കെ കൂട്ടണം. ഒരു 20 സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ആളെ ഏകദേശം 20 സിനിമ പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ശിവനെ കാണുമ്പോഴേ നെഗറ്റീവ് റോളും നല്ല നൈസായിട്ട് ചെയ്യുന്ന ഒരാളാ. ഇപ്പം ഓസ്ലറിലെ സംഭവമൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ തീർത്താലോ എന്ന് ഈ ടിവിയിലും ഫോണിലും ഒക്കെ കണ്ട ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടായി. ശരിക്കും ആരെ കണ്ടപ്പോഴേ ഏറ്റവും എക്സൈറ്റഡ് ആയ? ഏറ്റവും എക്സൈറ്റഡ് ഷൈൻ ചേട്ടൻ കണ്ടപ്പോ തന്നെ. കാരണം ഞാൻ മുകളിലോട്ട് കയറിച്ചില്ല, അതായത് ഇതിന്റെ പ്രാക്ടീസിന് കയറി ചെല്ലുമ്പോൾ ഷൈൻ ചേട്ടൻ മറ്റേ വലിയ ഉടുപ്പൊക്കെ ലൂസായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് എന്റെ അടുത്തോട്ടാ വന്നേ. ഞാൻ അങ്ങോട്ടേ എന്റെ അടുത്തോട്ട് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് ടി വിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഷൈൻ ചേട്ടൻ കണ്ടപ്പോ തന്നെ എനിക്ക് സത്യം പറഞ്ഞ എക്സൈറ്റഡ് ആയത്. അല്ല, ശാന്തനോട് അടുത്തെടുത്തിക്കോ. അതുപോലെ കുമാർ ഉദയന്റെ ബോണ്ടിങ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പില് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ എവിടെയെങ്കിലും ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നമുക്ക് കാണുന്നവർക്കൊരു ടെൻഷൻ അതിനകത്തൊന്ന് ബിൽഡായി. ഇപ്പൊ റിയൽ ലൈഫിലാണെങ്കിലും നമുക്കത് ഭയങ്കര ഇതല്ലേ, ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒട്ടും പറ്റാത്തൊരു സാധനം. ശരിക്കും ട്രസ്റ്റ് ആരോ ചതിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, ഇഷ്ടം പോലെ നമുക്ക് അങ്ങോട്ട് ഇന്റർവ്യൂ എടുക്കാം. ചെറിയ കഥ ഞാൻ ബ്ലോഗ് ഇടാം, അത് ഞാൻ ടാഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാ ഇമോഷൻസും എനിക്ക് ഇത് ഈ സിനിമയിലൂടെ കൺവേ ആയി എന്നുള്ളതാണ് വലിയൊരു കാര്യം. പറയുന്നത് ശാന്തനുബായിയുടെ നമുക്ക് മുമ്പ് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ശാന്തനുബായിക്ക് ജസ്റ്റിസ് കൊടുത്ത ഒരു ക്യാരക്ടർ കുമാരണ്ണനാണെന്ന് നിസ്സംശയം നമ്മൾ പറയുന്നത്. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും, ബോഡി ഫ്ലെക്സിബിലിറ്റി, അഭിനയം കൊണ്ടും എല്ലാ രീതിയിലും ഒരു മികച്ച കംബാക്കാണ് മലയാളത്തിൽ നടത്തിയത്. ഒരു റീലോഞ്ച് തന്നെയാണ് മലയാളത്തിൽ ബ്രോ നടത്തിയത്. അതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും എല്ലാ ക്യാരക്ടറിനും അങ്ങനെ തന്നെ, ഒരു ക്യാരക്ടറെയും മിസ്പ്ലേസ് ചെയ്തായിട്ട് തോന്നിയിട്ടില്ല, ചുമ്മാതെ കൊണ്ടുവന്നായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവർക്കും കിഡിലനായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബൾട്ടി ഇനിയും മറ്റേ ബൾട്ടി സ്റ്റാർ എന്ന് പറയുന്ന പോലെ ബൾട്ടി ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആവട്ടെ ഈ ഒരു സിനിമ. അപ്പൊ കിഡിലനാവട്ടെ. എനിവേ, ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്കും പല ആൾക്കാരെയും ഇനിയും മീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് സന്ധിക്കും പറയും വണക്കം. താങ്ക് യു സോ മച്ച്.